നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പോലീസിന്റെ വീഴ്ച അന്വേഷിക്കാൻ ഉത്തരവിട്ട് ADGP മനോജ് എബ്രഹാം ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പാലക്കാട് SP-ക്ക് നിർദ്ദേശം. കോടതിയുടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച പ്രതിക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാരും മരിച്ച സുധാകരന്റെ കുടുംബവും ആരോപിച്ചിരുന്നു. ചെന്താമരയ്ക്കായി പാലക്കാട് നഗരം കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ചെന്താമരയ്ക്കായി വലിയ രീതിയിലുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം പോലീസിന്റെ അനാസ്ഥയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ നിന്നിരുന്നത് ഈ പോത്തുണ്ടിയിലെ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുന്ന ഭാഗത്താണെങ്കിൽ ഇപ്പോൾ അതിന് തൊട്ട് സമീപത്ത് തന്നെ ഒരു തോടുണ്ട്. ആ തോട് കഴിഞ്ഞ് ഉള്ള ജനവാസ മേഖലയാണ്. ആ ജനവാസ മേഖലയിൽ ഒരു കൂട്ടിക്കിടക്കുന്ന ഒരു ഷെഡുണ്ട്. അതിന്റെ ഭാഗത്ത് പ്രതി ഉണ്ട് എന്നുള്ളൊരു സംശയം ഉണ്ട്. ഏതായാലും പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല നാട്ടുകാരും ഇവിടെ നിന്നും നായയുടെ ശബ്ദം വലിയ രീതിയിൽ എപ്പോഴും കേൾക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നാട്ടുകാർ ഈ ഭാഗത്ത് ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ വീടിന് സമീപത്തായിട്ട് ധാരാളം ചെറിയ വീടുകളുണ്ട്. കേരളത്തിൽ ഈ പണി തീർന്നിട്ടില്ലാത്ത വീടുകളാണ്. ചുറ്റും ചെറിയ കൊമ്പക്കാടുകൾ പോലെയുള്ള കുറ്റിച്ചെടികൾ നിറഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് പ്രതി ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് അത്തരം ഒരു പരിശോധന നടത്തുന്നത്. മാത്രമല്ല ഇവിടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അതായത് നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്ന ആ ഒരു പരിശോധന എന്നുള്ളത് വ്യാപകമായിട്ട് തന്നെ പോലീസ് നടത്തുന്നുണ്ട്. നേരത്തെ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തി. അതിനുശേഷം മലയോര മേഖലകളും മലയും കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നു. ഇപ്പോൾ ഏതായാലും ഈ ഒരു നേരത്തെ പരിശോധന നടത്തിയ ജലാശയത്തിന് തൊട്ട് സമീപത്തുള്ള ഒരു അടഞ്ഞു കിടക്കുന്ന ഷെഡും അതിന്റെ പരിസരത്തുമായിട്ടാണ് പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. കൂടുതൽ പോലീസും മറ്റും എത്തിയതിനു ശേഷം ഇവിടെ അതിന്റെ ആ പരിശോധനയിലേക്ക് പോലീസ് സംഘം കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാർ പ്രദേശവാസികൾ പറയുന്നത് ഒരു നായ കുറെ കുരയ്ക്കുന്നുണ്ട് ഇവിടെ. അത് ഈ ഷെഡിന് അടുത്ത് വരെ നായ പോകുന്നു, പിന്നീട് അത് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അത് പ്രതി മറ്റു ഇതിനകത്തേക്ക് ഉണ്ടായിരിക്കുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അരുൺ, അതോടൊപ്പം പോലീസിന്റെ വീഴ്ച ഇക്കാര്യത്തിൽ വ്യക്തമാണ്. വലിയ രീതിയിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ അതൊക്കെ പോലീസ് ചെവിക്കൊള്ളാത്തതിന്റെ ഭാഗമാണ് വീണ്ടും ഈ പ്രതി ഈ ഇരട്ട കൊലപാതകം ചെയ്തത് എന്നാണ് ആവർത്തിക്കുന്നത്. പോലീസ് സംവിധാനത്തിന്റെ ഒരു പൂർണ്ണമായ തകർച്ച തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും പോലീസിൻ്റെ വീഴ്ച കൃത്യമായി അന്വേഷിക്കണമെന്ന് ADGP തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമാണ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയോട് ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ ആ മരിച്ച സുധാകരൻ്റെ മക്കളുടെ പ്രതികരണം തേടിയപ്പോൾ ആ കുട്ടികൾ പറഞ്ഞതും അത്തരത്തിലാണ്. തങ്ങൾ നിരന്തരം പോലീസിനോട് ഇത് പരാതിയായി പറഞ്ഞിരുന്നു. ഈ പ്രതി തങ്ങളെ എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ആ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു പരാതിയായിട്ട് അവർ പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ ആ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് തിരച്ചിൽ നടത്തുന്നത്. വനമേഖലയിലും ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്നലെയും നടത്തിയിരുന്നു. ഇന്നും ആ പരിശോധന പുരോഗമിക്കുകയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ മലയോര മേഖലയിൽ കാടിനകത്തേക്കൊക്കെ കടക്കുമ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലെ ചില പരിമിതികൾ എന്നുള്ളത് വലിയ ഇടതൂർന്ന വനമാണ്. ആ ഇടതൂർന്ന വനമായതുകൊണ്ട് തന്നെ വനത്തിനകത്ത് നിന്നും ഈ പ്രതിയെ ഡ്രോൺ ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യാനാവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും പരമാവധി സാധ്യതകൾ അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയാണ് പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന കാണുന്ന ആ അതിൻ്റെ ഭാഗത്ത് ഈ പ്രതി ആ ഭാഗത്ത് ഉണ്ടായിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. കുറച്ച് താഴത്തായിട്ട് നമുക്ക് മനൂപ് ദൃശ്യങ്ങളിൽ കാണിക്കുകയാണെങ്കിൽ തൊട്ട് അടുത്ത് തന്നെയുള്ള പൂട്ടിക്കിടക്കുന്ന ഷെഡ് കാണാൻ സാധിക്കും. ആ പൂട്ടിക്കിടക്കുന്ന ഷെഡിൽ പ്രതി ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത്. കഴിഞ്ഞ കുറച്ചേറെ നേരമായി ഇവിടെ നിന്നും ഒരു നായ കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അരുൺ, ഇപ്പോൾ നിലവിൽ ചില സംശയങ്ങളുടെ സാഹചര്യത്തിൽ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഒഴിഞ്ഞുകിടക്കുന്ന ഒരു പുരയിടത്തിനുള്ളിലുള്ള ഒരു ഷെഡ് കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഡ്രോൺ സംവിധാനങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആക്രമണകാരിയാണ് ചെന്താമര എന്നുള്ളത് കൊണ്ട് തന്നെ കരുതലോടെയാണ് പോലീസ്
നീങ്ങുന്നത് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? പോലീസിന് വിവിധ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പലതരത്തിലുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. പലയിടത്ത് ഈ പ്രതി ഉണ്ട് എന്ന തരത്തിൽ നേരത്തെ നമ്മളോട് സംസാരിച്ച നാട്ടുകാരായ ചിലർ പറഞ്ഞിരുന്നു, ഈ വ്യക്തി വസ്ത്രം ഒരു വനമേഖലയിൽ ഉപേക്ഷിച്ച് അവിടെ നിന്നും കടന്നു പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ആ വ്യക്തികൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. പിന്നെ ഇയാൾ വിഷം കഴിച്ചതിന് ശേഷം ജലാശയങ്ങളിലോ മറ്റോ ചാടിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമുക്കിപ്പോൾ മുകളിലായി കാണുന്ന ആ ഒരു വീട്, അവിടെ ഒരു പൂട്ടിക്കിടക്കുന്ന പുരയിടമുണ്ട്, അവിടെ പ്രതി ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. കാരണം ഒരു നായ നിരന്തരം അവിടെ കുരയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഇവിടെ എന്താണ് ചേട്ടാ, അതായത് നിരന്തരം നായ കുരയ്ക്കുന്നതാണ്? അത് ആ വീട്ടിൽ നിരന്തരം നായ കുരയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും വന്ന് ഇപ്പോൾ ഈ 2 ദിവസമായിട്ടാണ്, ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷമാണ് ആ നായ് കുരയ്ക്കാറില്ല. അപ്പോൾ ഈ 2 ദിവസമായിട്ട് അവിടെ പോയി വരണമെന്ന് പറയുന്നത്. അതെ അതെ സാർ. ആരുടെയാണത്? അത് ആരിൻ്റെയാണെന്ന് അറിയില്ല. ഇവിടെ ഇല്ല ആള്. അങ്കമാലിയോ കോഴിക്കോട്ടുകാരൻ്റെ സ്ഥലമാണ്. ആരുമില്ല. ആ ഷെഡിനകത്ത് വരെ നായ പോകുന്നതാണ് നിങ്ങൾ പോലീസിന് വിവരം? അതെ അതെ, ഷെഡിൻ്റെ അതുവരെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് പോയതാണ്. ആ നായ ഇതുവരെ ഇങ്ങനെ പോയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പോയി നോക്കാൻ പറഞ്ഞിട്ട് പോയതാണ്. വലിയ ആശങ്കയാണല്ലേ നിങ്ങളെ സംബന്ധിച്ച്? ആശങ്ക പറഞ്ഞാൽ പോലീസിൻ്റെ അടുത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ അടുത്ത് കിട്ടിയാൽ മതിയായിരുന്നു. അത്രയും ഇതായി ക്രൂരത പണിയൊക്കെ ചെയ്ത് ഇയാളെ ഒന്നും ചെയ്യില്ല. ജാമ്യം ഇറങ്ങിയ ആളുകൾ നമ്മളും കുടുംബം കൂട്ടിയൊക്കെ കയറ്റിയിരിക്കുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നു സാറേ. പേടിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വ്യക്തി ഈ 3 മാസമായിട്ട് വന്ന് പോലീസുകാർക്ക് കംപ്ലൈൻറ്റും കൊടുത്തു. നമ്മാറ പോലീസിന് ഭയങ്കര വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒരുപാട് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പോയി പരാതി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഇവർ മുൻഗണന എടുത്തിട്ടില്ല. അത് നമ്മാറ പോലീസിന് ഭയങ്കര വീഴ്ച പറ്റി. പറഞ്ഞ അവസ്ഥയ്ക്ക് മുന്നേ അന്വേഷിച്ച് ഇത് ഇങ്ങനെ ഒരു ആൾട്ട് പറ്റില്ലായിരുന്നു. ആ കുടുംബത്തിന് വഴിയാധാരം എത്രയേ ഉള്ളൂ, നമുക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ പറയുന്നത്. ആ പരിസരത്ത് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഈ പുഷ്പ, ബിന്ദു അങ്ങനെ സ്ത്രീകൾ അവരിനെ ഇനി 3 ആളിനെയും കൂടി ടാർഗറ്റ്. അതിലുള്ള അളിയൻ ആളിപ്പുന്ന സ്ഥലം വിട്ടു ഇവിടുന്ന്. ആൾക്കറിയാം അയാൾ ചെയ്യും. അങ്ങനെയുള്ളവർ ഒരു മെൻ്റലും ഇല്ല, ഒന്നുമില്ല. അയാളുടെ ടാർഗറ്റ് ഇതാണ്. അയാൾ 10 ആളിനെ കൊന്നാലും ഒരേ കേസാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. 10 ആളിനെ കൊന്നാലും ഒരാളിനെ കൊന്നാലും ഒരേ കേസാണെന്ന് ജാമ്യം ഇപ്പോൾ ഇറങ്ങി വന്ന ശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സംസാരിക്കാത്ത ആൾക്കാരുടെ അടുത്തടക്കം സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്.